ഹായ്, ഇന്നൊരു ഓട്ട എട്ടിനിടെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസാണ് കേട്ടോ കുടിക്കുന്നുള്ളത്. അപ്പോൾ ഇതിനാണെങ്കിൽ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളത് കാരണം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ കഞ്ഞി ആയിരുന്നു കേട്ടോ. കഞ്ഞി ഉണ്ടായിരുന്നു, പിന്നെ സോയാ ഫ്രൈ, പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ കറിയും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഈ കഞ്ഞി കുടിക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ ഞാനെപ്പോഴും വീഡിയോ എടുക്കുന്ന ഫോണാണെങ്കിൽ കേടായിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ഫോണിലാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലാരിറ്റി നല്ല കുറവാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒഴിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു പഴം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആണെങ്കിൽ മത്തങ്ങ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, നേരെ പോയി അതൊരു കപ്പിലിട്ടിട്ട് അതും കൂടി കഴിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ മത്തങ്ങ പായസം കുടിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മത്തങ്ങ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം അങ്ങ് കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് സംഭവം ഞാൻ എണീച്ച് നോക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. സമയം കണ്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം എണീച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 ബ്രെഡും പിന്നെ രാവിലത്തെ അതേ മിക്സ്ഡ് വെജിറ്റബിൾ കറി ആയിരുന്നു കേട്ടോ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം രാത്രി ഡിന്നറിനാണെങ്കിൽ ദോശയും മത്തൻ കറിയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ ബൈ.